സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെയോടെ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഴയുടെ ശക്തി തുടരും എന്നാണ് റിപ്പോർട്ട്. എന്നാൽ നാളെ ശക്തി കുറയും എന്നും പറയുന്നു. എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്? 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് അല്ലെങ്കിൽ മഞ്ഞ മുന്നറിയിപ്പ് ഉള്ളത്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് പറയുന്നു. തെക്കൻ കേരളത്തിൽ ഇന്ന് ഒട്ടുമിക്ക ജില്ലകളിലും തെളിഞ്ഞ അന്തരീക്ഷമാണ്. പ്രത്യേകിച്ചും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ. കോട്ടയം ജില്ലയിലും കാര്യമായ തോതിൽ മഴ പെയ്യുന്നില്ല. എന്നാൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഒപ്പം ആലപ്പുഴയിലും ചില വെള്ളം കയറാൻ സാധ്യതയുള്ള ചില മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അതേസമയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ അതേപടി തുടരുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്കുള്ള വിലക്കുണ്ട്. ഒപ്പം ക്വാറികളുടെ പ്രവർത്തനത്തിന് വിലക്കുണ്ട്. അത്തരത്തിൽ ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ അതേപടി തുടരുകയാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. അതുപോലെ തന്നെ ശബരിഗിരി പദ്ധതി പ്രദേശത്തും ഒപ്പം മൂഴിയാറിന്റെ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ നേരിയ തോതിൽ മഴ തുടരുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നുണ്ട്. എന്നാൽ ഡാമിൽ വളരെയധികം ഉയരത്തിലേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസം KSE പുറത്തുവിട്ട കണക്കനുസരിച്ചാണെങ്കിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഡാമുകളിലും ജലത്തിന്റെ അളവ് എടുക്കുമ്പോഴേക്കും 32%, അതായത് സംഭരണ ശേഷിയുടെ 32% മാത്രമാണ് വെള്ളം ഉള്ളതെന്നുള്ള കണക്കാണ് KSEBയും പുറത്തുവിടുന്നത്. നാളെയോടുകൂടി മഴയ്ക്ക് അല്പം ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നത്. എന്നിരുന്നാൽ തന്നെ കടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുള്ള നിയന്ത്രണം ഇപ്പോഴും തുടരുന്നു. തീരമേഖലകളിൽ ശക്തമായ കാറ്റിനും ഒപ്പം തിരമാലകൾക്കുമുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തിരമാലകൾ 1.5 മീറ്റർ മുതൽ ഉയരത്തിലെത്താനുള്ള സാധ്യതകളുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തീരമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ കൃത്യമായും അവരുടെ ഓഫീസുകൾ ഉണ്ടായിരിക്കണം. ഒപ്പം ഏതു സാഹചര്യത്തെയും നേരിടുന്ന തരത്തിൽ കീഴുദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കി നിർത്തണം. ഒപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ ഉൾപ്പെടെ തയ്യാറാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏർപ്പാടുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഏകദേശം പൂർത്തിയായി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പ്രളയ സാധ്യത ഉണ്ടായാൽ അത്തരത്തിൽ അതിനെ നേരിടുന്നതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലാണ് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുള്ളത്. ആ മേഖലകളിൽ കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ സഹായവും